വർഷം എത്ര മാറി വന്നാലും അടുക്കളപ്പണിയുടെ കാര്യത്തിൽ യാതൊരുവിധ മാറ്റമില്ല കേട്ടോ. പതിവ് പോലെ തന്നെ നേരത്തെ എണീറ്റ് ചോറിനുള്ള വെള്ളം വെച്ച് അരി കഴുകി ഇടുന്നുണ്ട് കേട്ടോ. ഉള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഒരു സാമ്പാറും കൂടി അങ്ങനെ തട്ടിക്കൂട്ടുന്നുണ്ട്. പയറ് തോരൻ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് കരുതുന്നത് കേട്ടോ. അതിനുള്ള പയറുകൾ ഓരോന്നായി ഞാൻ പൊട്ടിച്ചെടുത്ത് എണ്ണ ചൂടായി കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മളെ പയറ് കൂട്ടവനെ അങ്ങോട്ട് ഇട്ട് അടച്ചങ്ങോട്ട് വെച്ചു. ആ സമയം തന്നെ ഞാൻ ആ കൊക്കൊന്നടിച്ച് വാരുന്നുണ്ട് കേട്ടോ. ഉണ്ണികൾ എണീക്കുമ്പോഴത്തേക്കും വീടെല്ലാം ഒന്ന് വൃത്തി വേണമെന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഇന്നലെ രാത്രി മീൻ പൊരിച്ചപ്പോൾ അതിൻ്റെ തല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തേങ്ങയും കാന്താരിയും ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മീൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. സാമ്പാർ വെന്ത് വന്നപ്പോഴത്തേക്കും വാളംപുളി എല്ലാം അതിലേക്ക് ഒഴിച്ചിട്ട് ഞാനിതാ മസാല എല്ലാം ചേർക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ അമ്പുവാവ എണീറ്റിട്ടുണ്ട്. കുറുമ്പായതുകൊണ്ട് തന്നെ ചിനുവാടിൻ്റെ കയ്യിലിരിക്കുകയാണ് കേട്ടോ അമ്പുവാവ. അങ്ങനെ അമ്പുവാവയ്ക്ക് ഒരു ഗ്ലാസ് കാപ്പി എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇതാ പുറത്ത് പോയി ഇരുന്ന് കാഴ്ചകൾ കാണുക കേട്ടോ. അങ്ങനെ ഏറെക്കുറെ കുറുമ്പൊക്കെ മാറ്റിയതിന് ശേഷം അടുക്കളയിലേക്ക് ഞാൻ വന്ന് അച്ചൂനുള്ള ചോറ് ഇതാ പാക്ക് ചെയ്യാണ് കേട്ടോ. പയറ് തോരനും അതുപോലെ തന്നെ നല്ല ചമ്മന്തിയും ഒരു പാത്രത്തിൽ സാമ്പാറും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോഴാണ് മൂപ്പര് പറയുന്നത് നെല്ലിക്കയും കൂടി ഉപ്പിലിട്ടത് വേണമെന്ന്. അതും ഒന്നും രണ്ടും പോരട്ടോ, അവരുടെ ഫ്രണ്ട്സിനുള്ള എല്ലാവർക്കും കൂടിയുള്ള നെല്ലിക്കയും കൂടി ഞാൻ അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ഒരു കുപ്പിയിൽ വെള്ളം കൂടി കരുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഏട്ടന്മാർ സ്കൂളിലേക്ക് പോയി. ചിനുവാട്ടിന് അമ്പുവാവനെയും കൊണ്ട് തറവാട്ടിലേക്കും പോവാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.